അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയായ യുവതിയെ അധിക്ഷേപിച്ച സംഭവത്തിലാണ് ഈ നടപടി. രാഹുൽ ഈശ്വർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. തുടർന്ന് രാഹുൽ ഈശ്വറിനെ നാളെ വൈകുന്നേരം വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഈ നടപടി. രാഹുൽ ഈശ്വർ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ജാമ്യാപേക്ഷ ഡിസംബർ 6-ാം തീയതി ഇനി പരിഗണിക്കും. അതേസമയം പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് രാഹുൽ ഈശ്വർ നിരാഹാര സമരം തുടരുമെന്ന് ഭാര്യ ദീപ വ്യക്തമാക്കി. പോലീസ് ചുമത്തിയത് തെറ്റായ വകുപ്പുകളാണെന്നാണ് രാഹുലിന്റെ വാദം. അതിനിടയിൽ ജയിലിൽ 2-ാം ദിവസവും രാഹുൽ നിരാഹാര സമരത്തിലാണ്. വെള്ളം മാത്രമാണ് രാഹുൽ കഴിക്കുന്നത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് രാഹുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പരാതിക്കാരിയായ യുവതിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണിത്.